ബാർക്കോഴ വിവാദത്തിനിടെ പുതിയ മദ്യനയത്തിൽ ഇന്ന് ചർച്ച നടക്കും. എക്സൈസ് മന്ത്രി എം വി രാജേഷിനെ ബാർ ഉടമകൾ ഇന്ന് ആവശ്യങ്ങൾ അറിയിക്കുമെന്ന് അറിയുന്നു. വി എ ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, യഥാർത്ഥത്തിൽ എക്സൈസ് വകുപ്പ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് ഭരിക്കണം, ഇല്ലെങ്കിൽ ആരോപണങ്ങൾ കൂടുപൊട്ടി വരുന്നു എന്ന് വരാം. അപ്പോൾ ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒക്കെ ഇടയിലാണ് പുതിയ മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം കള്ളുചെത്ത് മേഖലയിലെ ട്രേഡ് യൂണിയനുകളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ബാർ ഉടമകളുമായും അതോടൊപ്പം തന്നെ ഡിസ്റ്റിലറി ഉടമകളുമായും സർക്കാർ ചർച്ച ആരംഭിക്കുന്നത്. പുതിയ മദ്യനയം രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം. ഇന്ന് 12 മണിക്ക് നിയമസഭയിലെ മീറ്റിംഗ് ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുക. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബാർ ഉടമകൾ യോഗത്തിൽ ഉന്നയിക്കുക എന്ന് അറിയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എന്നുള്ളതാണ്. രാത്രി 12 മണിവരെ ബാറുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ബാർ ഉടമകൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. മറ്റൊന്ന്, സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഡ്രൈ ഡേ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഡ്രൈ ഡേ കാരണം വലിയ തരത്തിലുള്ള നഷ്ടം ബാർ ഉടമകൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യായീകരണം. മാത്രമല്ല, സംസ്ഥാനത്തെ ടൂറിസം മേഖലയിലും സർക്കാരിൻ്റെ ഖജനാവിലേക്കും എത്തേണ്ട വലിയ തരത്തിലുള്ള തുക ഇതിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് പല സമിതികളും നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കണം എന്ന ആവശ്യം ബാർ ഉടമകൾ ശക്തമായി ഉന്നയിക്കും. പക്ഷേ നമുക്കറിയാം, ഈ വിവാദങ്ങളൊക്കെ വലിയ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ഒരു ആവശ്യത്തിലാണ് വലിയ തരത്തിലുള്ള വിവാദങ്ങളും രണ്ടാമത്തെ ബാർക്കോഴ ആരോപണവുമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിനോട് സർക്കാരിന് താല്പര്യമില്ല. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഇളവുകൾ ബാർ ഉടമകൾക്ക് തൽക്കാലം നൽകേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബാർ ഉടമകളുമായും ഡിസ്റ്റിലറി ഉടമകളുമായും നടത്തിയ ശേഷം CPIM പ്രത്യേകം ചർച്ച നടത്തും. ഇതിനുശേഷം ഒരു കരട് രൂപപ്പെടുത്തിയായിരിക്കും ഇടതുമുന്നണിയിലേക്ക് ഈ ചർച്ചകൾ വരിക. ഇടതുമുന്നണിയാണ് ഈ മദ്യനയത്തിന് അന്തിമമായി അനുമതി നൽകേണ്ടത്. ഈ മദ്യനയം രൂപീകരിച്ചാൽ പിന്നീട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത് അന്തിമ രൂപമാക്കുന്നതിനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും അടുത്ത 2 മാസത്തിനുള്ളിൽ തന്നെ പുതിയ മദ്യനയം സംസ്ഥാനത്ത് നിലവിൽ വരണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം കള്ളുചെത്ത് മേഖലയിലെ ട്രേഡ് യൂണിയനുകളുമായി നടന്ന ചർച്ചയിൽ യൂണിയനുകൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പൂട്ടിക്കിടക്കുന്ന കള്ള് ഷാപ്പുകൾ 1200ഓളം എണ്ണമുണ്ട്. ഈ 1200 കള്ള് ഷാപ്പുകൾ ടോഡി ബോർഡിൻ്റെ നേതൃത്വത്തിൽ തുറന്ന് പ്രവർത്തിപ്പിക്കണം. അതോടൊപ്പം തന്നെ കള്ള് ഷാപ്പുകൾ തമ്മിലുള്ള ദൂരപരിധി കുറയ്ക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഈ മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.